ഞാൻ സത്യം പറഞ്ഞാൽ CPM-നെ പോലത്തെ ഒരു പാർട്ടിയെക്കുറിച്ച് ഓർത്ത് ലജ്ജിക്കുകയാണ്. വടകരയിൽ ഇലക്ഷൻ്റെ അവസാനത്തെ ദിവസങ്ങൾ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കിയതുപോലെ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുതലേന്ന് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ വാർത്തയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള, സാധാരണ അഡ്വർട്ടോറിയൽ എന്നാണ് ഇതിനെ പറയുന്നത്, അഡ്വർടൈസ്മെൻ്റ് ആണ് പക്ഷെ വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിക്കും. ആ രീതിയിലൊരു വാർത്ത കൊടുത്ത് വർഗീയ പ്രചരണത്തിനാണ് CPM ശ്രമിച്ചിരിക്കുന്നത്. എന്താണ്? സന്ദീപ് വാര്യരാണ് വിഷയം. BJP-യുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നതിന് CPM എത്രമാത്രമാണിത് വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ ആ പരസ്യമില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ കൊടുത്ത് മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി മാത്രം ഒരു പരസ്യം ഉണ്ടാക്കിയിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ്. സംഘപരിവാർ തോറ്റ് നാണം കെട്ട് തലകുനിച്ചിരിക്കും ഇവരുടെ മുമ്പിൽ. അതുപോലത്തെ ഒരു പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, പാലക്കാട്ട് 3-ാം സ്ഥാനത്ത് CPM പോകുമെന്ന് ഉറപ്പിച്ചിട്ടും അവർ ഈ ചെയ്യുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് വിഭജിച്ച് BJP-യെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഞങ്ങൾ 10,000 വോട്ടിന് ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ഇവർ ഈ വൃത്തികേടെല്ലാം കാണിക്കുന്നതുകൊണ്ട് അത് 15,000 കടന്നാലും അത്ഭുതപ്പെടാനില്ല.